ഹലോ! അങ്ങനെ ഞാൻ എന്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ചേറെ ഇഷ്യൂസ് കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, എന്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ചേറെ മിസ്റ്റേക്സ് ഉണ്ടാവും ട്ടോ. ഇനി കാര്യത്തിലേക്ക് വരാം. 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാനൊരു ഗീവ് അവേ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ 1000 കടന്ന് 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 500 സബ്സ്ക്രൈബേഴ്സിന്റെ ഗീവ് അവേ ആദ്യം ഒന്ന് നടക്കട്ടെ, സക്സസ്ഫുൾ ആവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് 1Kയുടെ ഒരു ഗീവ് അവേ വെക്കാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗീവ് അവേയുടെ റൂൾസ് പറയാം. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കണം കേട്ടോ. ഇനി വിന്നറിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും കമന്റ് പിക്കർ കൊണ്ടാണല്ലോ റാൻഡം ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വെറൈറ്റി ആക്കാം. ഈ വീഡിയോയിൽ ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇനി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന രീതി പറയാം. A to Z ആൽഫബറ്റ് എഴുതി ഒരു ബോളിൽ ഇട്ട് വെക്കും. അതിൽ നിന്ന് ഷഫിൾ ചെയ്ത് ഒരു ആൽഫബറ്റ് എടുക്കും. ഫോർ എക്സാമ്പിൾ A ആണ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഗസ് ചെയ്യുന്നവരുടെ പേര്, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ പേര് വീണ്ടും എഴുതി വെക്കും. ഇതൊക്കെ ലൈവിൽ കൂടി ആയിരിക്കും ചെയ്യുന്നത്. ഇനി അതിൽ നിന്ന് ഒരാളെ ഒരു പേര് ഞാൻ തിരഞ്ഞെടുക്കും. അതും ഷഫിൾ ചെയ്ത് കാണാതെ ആയിരിക്കും എടുക്കുന്നത്. എ എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതേപോലെ വീണ്ടും 2 ആൽഫബറ്റ് എടുക്കും. അതിൽ നിന്നായിരിക്കും വീണ്ടും 2 വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ടോട്ടൽ 3 വിന്നേഴ്സ് അങ്ങനെ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നാലാമത്തെ ഒരു വിന്നർ കൂടി ഉണ്ടാവും. അത് ഞാൻ ലൈവിൽ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ആദ്യം ആരാണോ ഉത്തരം അറിയുന്നത് അവർക്കായിരിക്കും കേട്ടോ. അപ്പോൾ ടോട്ടൽ 4 ആണ്. പക്ഷെ ഈ കമന്റ്സിൽ നിന്ന് 3 പേരെയാണ് തിരഞ്ഞെടുത്തത്. ലൈവ് എപ്പോഴാണെന്നൊക്കെ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. 500 ഗിവ് അവേ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 1Kയുടെ ഗിവ് അവേ വെക്കാം. അതിന് മറ്റൊരു രീതിയിലായിരിക്കും തിരഞ്ഞെടുക്കുക. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത ക്രോഷ്യ വർക്കിന്റെ. അപ്പോ അതില് കുറച്ച് പേര് എന്നോട് ചോദിച്ചു, ബന്ധാന തരുമോ, പെൻസിൽ പൗച്ച് തരുമോ എന്നൊക്കെ. എനിക്കത് പേഴ്സണലി ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ യൂസ് ചെയ്തതാണല്ലോ, ബന്ധാനയൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫോർ മൈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സീരീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചെയ്ത വർക്ക്, ഞാൻ ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാമെന്ന് ഒരു ഗിവ് അവേ പോലെ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഉണ്ട് എന്ന് കേട്ടോ. ഇനി ചോദ്യത്തിലേക്ക് വരാം. എന്റെ വീഡിയോയിൽ കാണിക്കുന്ന ഫ്രൂട്ടിന്റെ പേരെന്താണ്? സിമ്പിൾ, കമന്റ് ചെയ്തോളൂ. ഓക്കെ. ബൈ ദ വേ, ഞാൻ ചെയ്ത സ്പ്രെഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊളായി എന്ന് തോന്നുന്നു. അത് മൈൻഡ് ചെയ്യണ്ട. പിന്നെ എന്റെ ഗീവ് അവേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റഡ് ആണോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.